ഷൂട്ടൗട്ടുകൾ ഫുട്ബോളിൽ പണ്ടേ ഉള്ളതാണ്. എങ്കിലും ഈ ഷൂട്ടൗട്ടുകൾ ന്യായമാണോ എന്ന ചോദ്യം വളരെ അടിയന്തരമായിട്ട് ഫുട്ബോൾ ഫോറങ്ങളിൽ ഫിഫ ഉൾപ്പെടെയുള്ളവർ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് കോപ്പയിലും യൂറോയിലുമായിട്ട് ഇന്ന് രാവിലെയും ഇന്നലെയുമായി നടന്ന മത്സരങ്ങളുടെ റിസൾട്ട് നോക്കുമ്പോൾ 2 ഷൂട്ടൗട്ടുകൾ വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അർജൻറ്റീന വേഴ്സസ് ഇക്വഡോർ മാച്ചിലെ ഷൂട്ടൗട്ട്. ഇന്നലെ രാത്രി നമ്മൾ കാണുന്നു ഫ്രാൻസ് വേഴ്സസ് പോർച്ചുഗൽ മത്സരത്തിൽ ഷൂട്ടൗട്ട്. ഇന്ന് രാവിലെ കാണുന്നു വെനിസ്വേല വേഴ്സസ് കാനഡ മത്സരത്തിലും ഷൂട്ടൗട്ട്. ഈ ഷൂട്ടൗട്ടിൻ്റെ റിസൾട്ടുകളിലേക്ക് വരുമ്പോൾ അതായത് 90 മിനിറ്റ് കളിക്കുന്നു, യൂറോയിലാണെങ്കിൽ 30 മിനിറ്റ്സ് എക്സ്ട്രാ ടൈം കളിക്കുന്നു, അതിനുശേഷവും റിസൾട്ട് ഇല്ലാതെ വരുമ്പോഴാണ് ഷൂട്ടൗട്ടിലേക്ക് വരുന്നത്. കോപ്പയിലാണെങ്കിൽ 90 മിനിറ്റ്സിന് ശേഷം ഡയറക്റ്റായിട്ട് ഷൂട്ടൗട്ടിലേക്ക് പോകുന്നുണ്ട്. ഷൂട്ടൗട്ടിൽ ഇന്നലെ കണ്ട് വേദനിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും പെപ്പയും പോർച്ചുഗലിൻ്റെ 2 ഇതിഹാസ താരങ്ങളാണ്. ഒരാൾക്ക് 41, ഒരാൾക്ക് 39. രണ്ടുപേരും മാറി നിന്നിങ്ങനെ വിതുമ്പുന്ന ഒരു ദൃശ്യം കണ്ടപ്പോഴും ഫുട്ബോൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗെയിമാണ്, വിനോദമാണ്, എങ്കിൽ പോലും അവിടെ മനസ്സുണ്ട്, മനുഷ്യനുണ്ട്. ഫ്രാൻസിനെ കുറ്റം പറയുന്നില്ല, ഫ്രാൻസ് നല്ല ടീമാണ്, പക്ഷേ പഴയ പ്രതാപമൊന്നും ഫ്രാൻസിനില്ല. എങ്കിൽ പോലും ഫ്രാൻസ് പോർച്ചുഗൽ മത്സരം കണ്ടപ്പോഴും നന്നായിട്ട് കളിച്ചതാര് എന്ന് ചോദിച്ചാൽ ഉത്തരം പോർച്ചുഗലാണ്. റൊണാൾഡോ നിറം മങ്ങി, എങ്കിൽ പോലും ടോട്ടൽ ഫുട്ബോളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് അവർ കളിച്ചിട്ടുണ്ട്. ഫ്രാൻസ് മോശമായിരുന്നില്ല, ഫ്രാൻസ് നന്നായി കളിച്ചവരാണ്, അവർ തോൽവി അർഹിക്കുന്നവരൊന്നുമല്ല. എങ്കിൽ പോലും ഈ ഷൂട്ടൗട്ടിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അവിടെ ഭാഗ്യ നിർഭാഗ്യങ്ങളെക്കാൾ ഉപരിയായിട്ട് 2 പേരുടെ മാനസിക സംഘർഷങ്ങൾ വലിയ വിഷയമാണ്. ഒന്ന്, കിക്കെടുക്കുന്ന ആ ഷൂട്ടർ, ആരാണോ കിക്കെടുക്കുന്നത് അദ്ദേഹം. മറ്റൊന്ന്, വലയിൽ കാവൽ നിൽക്കുന്ന ആ കാവൽക്കാരൻ. ഈ 2 പേരും ഗോൾ കീപ്പർമാർ എപ്പോഴും എമിലിയാനോ മാർട്ടിനസ് ഉൾപ്പെടെയുള്ള ഗോൾ കീപ്പർമാർ, ഡിയാഗോ കോസ്റ്റ പോർച്ചുഗലിൻ്റെ ഗോൾ കീപ്പർ, അദ്ദേഹം സ്ലൊവേനിയക്കെതിരായ മത്സരത്തിൽ 3 ഷൂട്ടൗട്ട് ഷോട്ടുകൾ രക്ഷിച്ച ഒരാളാണെങ്കിൽ ഇന്നലെ രാത്രി നമ്മൾ കാണുന്നു ഫ്രാൻസിനെതിരെ ഒന്നും ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് പറ്റുന്നില്ല. ഗോൾ കീപ്പറുടെ മനസ്സ് എന്ന് പറയുന്നത് ഒരു ഭാഗത്തേക്ക് ഡൈവ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഡൈവിങ് പൊസിഷൻ കറക്റ്റായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പന്ത് വരുന്ന വഴിയിലാണ് അദ്ദേഹം ഡൈവ് ചെയ്യുന്നതെങ്കിൽ പന്ത് സേവ് ചെയ്യാൻ പറ്റും, അതൊരു ഭാഗ്യമാണ് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഈ ഷോട്ട് എടുക്കുന്ന വ്യക്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ ഏറ്റവും മികച്ച ഒരു പ്ലെയർ, മെസ്സിയെ പോലെ ഒരാൾ, ഏറ്റവും മനോഹരമായി കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കിക്ക് എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? കിക്കെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഘർഷം വലിയൊരു ഘടകമാണ്. നിർണായകമായ ഒരു മത്സരം, നിറഞ്ഞു കവിഞ്ഞ ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിനെ സാക്ഷി നിർത്തി അവസാനമായിട്ടൊരു കിക്ക് എടുക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലേക്ക് വരും, പല സംഘർഷങ്ങളും മനസ്സിലേക്ക് വരും. ആ സംഘർഷത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലാണ് ആ കിക്ക് വരുന്നത്. സുന്ദരമായ കിക്കായിരുന്നു, പക്ഷേ ക്രോസ് ബാറിൽ തട്ടി ആ പന്ത് പുറത്തേ പോവുകയാണ്. നമ്മൾ ഇന്നലെ രാത്രി റൊണാൾഡോയെ കണ്ടു. റൊണാൾഡോ ശ്വാസം വലിച്ച് അകത്തേക്കെടുത്ത് അത് പുറത്തേക്ക് വിട്ട് ഒരു ശരിക്കും മനസ്സ് ഫ്രീ ആണ് എന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം കിക്ക് എടുക്കുന്നത്. പക്ഷേ ആ കിക്ക് നോക്കൂ, നല്ല കിക്കായിരുന്നെങ്കിൽ പോലും ഗോൾ കീപ്പർ വളരെ കൃത്യമായിട്ട്, ഫ്രഞ്ച് ഗോൾ കീപ്പർ ചാടിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ കൈ തട്ടാത്തത് ഭാഗ്യമാണ്, ഗോളായിട്ടുണ്ട് അത്. പക്ഷേ ആ ഷോട്ടുകളുടെ ജീവനിലേക്ക് വരുമ്പോൾ നമുക്ക് സംഘർഷത്തിൻ്റെ ഒരു കണികയായിട്ട് മാത്രമേ ആ ഷോട്ടുകളെ കാണാനായിട്ട് പറ്റൂ. അപ്പോൾ ഷൂട്ടൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കളിയിലെ വിജയം നിശ്ചയിക്കുക എന്നുള്ളതാണ്. ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഇന്നിപ്പോൾ കാനഡ വെനിസ്വേല മാച്ച് എടുത്താൽ വെനിസ്വേല കഴിഞ്ഞ 3 മത്സരങ്ങളിൽ പ്രാഥമിക റൗണ്ടിൽ ഗംഭീരമായി കളിച്ച ഒരു ടീമാണ്. ആ ടീമാണ് കാനഡയെ പോലെ ഒരു ടീം. കാനഡയെ കുറച്ച് കാണുന്നില്ല, പക്ഷേ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും കോൺകാക്കഫ്, അതായത് വടക്കേ അമേരിക്കൻ ഫുട്ബോളും താരതമ്യം ചെയ്യുമ്പോൾ ഉത്തര അമേരിക്കൻ ഫുട്ബോളോ തെക്കൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ എത്രയോ താഴെയാണ്. ആ കാനഡക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടങ്ങ് പോവുകയാണ്. കാനഡ നന്നായി കളിച്ചിട്ടുണ്ട്, ആദ്യം ഗോൾ നേടുന്നുണ്ട്, പിന്നെ വെനിസ്വേല തിരിച്ചടിക്കുന്നുണ്ട്, ഒന്നിലധികം ചാൻസുകൾ കാനഡ നഷ്ടപ്പെടുന്നു, അതൊക്കെ യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ഷൂട്ടൗട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച വെനിസ്വേലയുടെ ആ കിക്കെടുത്തയാൾ, അദ്ദേഹത്തിനും സംഘർഷത്തിൽ പിഴച്ചതാണ്. നല്ല കിക്കായിരുന്നു, പക്ഷേ പിഴച്ചുപോയി. ഗോൾ കീപ്പറിലേക്ക്, കനഡിയൻ ഗോൾ കീപ്പറിലേക്കാണ് ആ ഷോട്ട് വരുന്നത്. അദ്ദേഹം ഡൈവ് ചെയ്ത ആ പൊസിഷനിലേക്ക് തന്നെ പന്ത് വരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇപ്പോൾ കൃത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ യൂറോയിൽ കണ്ട 2 ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ, ഒന്ന് സ്പെയിൻ വേഴ്സസ് ആണ്, അതായത്
ജർമ്മനി നന്നായി കളിച്ച ഒരു ടീമാണ്. അവസാനത്തിലേക്ക് വരുമ്പോഴാണ് മെറോനോയുടെ ഗോൾ വരുന്നു. അങ്ങനെയാണ് ശരിക്കും സ്പെയിൻ രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ, അല്ലെങ്കിൽ സ്പെയിൻ ജയം അർഹിച്ച ഒരു ടീമാണ്. രണ്ട് ടീമുകളെയും നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ, പക്ഷേ അവർ ജയിച്ചു വരുന്നു 2-1 എന്ന മാർജിനിൽ. അതിനുശേഷം കണ്ട ഈ പെനാൽറ്റി ഷൂട്ടൗട്ട് കാഴ്ചയാണ്. ഫ്രാൻസും പോർച്ചുഗലും തമ്മിൽ നടന്ന മത്സരം വിരസമാണ് എന്നൊന്നും പറയുന്നില്ല. തുടക്കത്തിൽ വിരസമായിരുന്നെങ്കിൽ പോലും പിന്നീട് വന്നപ്പോൾ കളി ആകെ മാറുന്നുണ്ട്. നല്ല രീതിയിൽ കളി പേസ് ചെയ്യുന്നുണ്ട്. അവസാനം ഗോൾ വരുന്നില്ല. അങ്ങനെയാണ് ഷൂട്ടൗട്ടിലേക്കൊക്കെ പോകുന്നത്. എന്തായാലും ആ ഒരു സെമി ഫൈനൽ എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് വരുന്ന ഒരു മാച്ചായിട്ട് മാറും എന്തൊക്കെ പറഞ്ഞാൽ. അത് ഫ്രാൻസ് ഒരു ഭാഗത്ത് വരുന്നു, സ്പെയിൻ മറുഭാഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെയും ഷൂട്ടൗട്ട് ആണെങ്കിലോ എന്തായാലും ഒരു നല്ല ടീം അങ്ങ് പുറത്താവുന്നത്, ഫ്രാൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്പെയിൻ ആണെങ്കിലോ. സോ നമ്മൾ ഇനി കോപ്പയിലേക്ക് വന്നാലും അത് തന്നെയാണ് അവസ്ഥ. അപ്പം അർജന്റീന കാനഡ ഒരു സെമി ഫൈനലാണ് ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. കാനഡ 2 ഗോളിന് തോൽപ്പിച്ചവരാണ് അർജന്റീന പ്രാഥമിക റൗണ്ടിൽ ആദ്യ മത്സരത്തിൽ, അല്ലെങ്കിൽ കോപ്പയുടെ ഉദ്ഘാടന മത്സരത്തിൽ. വീണ്ടും അതേ മത്സരം വരുന്നു. വേണമെങ്കിൽ നമുക്ക് പറയാം ഇത് അർജന്റീന സുഖമായി ജയിക്കുമെന്നൊക്കെ പറയാം. പക്ഷേ നിലവിലെ ഒരു ഫോമിൽ ഇതും ഷൂട്ടൗട്ടിലേക്കൊക്കെ പോയാലോ, ഇതാണ് ഷൂട്ടൗട്ടിൻ്റെ വലിയൊരു പ്രശ്നം. എന്തായാലും ഈ ചിന്തകൾ പങ്കുവെക്കുകയാണ് ഇന്ന് പ്രധാനം. ഇന്നും മത്സരങ്ങളുണ്ട്. യൂറോയിൽ 2 അതിഗംഭീര മത്സരങ്ങളുണ്ട്. ഇംഗ്ലണ്ട് വേഴ്സസ്, അതായത് ഇംഗ്ലണ്ടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആ ഇംഗ്ലീഷ് ടീമിൻ്റെ ഇതുവരെയുള്ള പ്രകടനം ആശാവഹമല്ല. സ്വിറ്റ്സർലാൻഡ് ഗംഭീരമായി കളിക്കുന്ന ഒരു ടീമാണ്. സ്വിറ്റ്സർലൻഡിൻ്റെ പക്ഷത്താണ് ഞാനുള്ളത്. കാരണം അവർ ആക്രമിച്ച് കളിക്കും, അവർക്കാണ് സാധ്യത കൂടുതൽ. നെതർലൻഡ്സ് വേഴ്സസ് തുർക്കിയാണ്. ഈ മത്സരത്തിലും സാധ്യതാ പട്ടിക, താരപ്പട്ടിക നെതർലൻഡ്സിനൊപ്പമാണെങ്കിൽ തുർക്കി, ആർദ എന്ന് നമ്മൾ തുർക്കി മെസ്സി എന്നൊക്കെ പറയുന്ന യുവ കളിക്കാരൊക്കെയുള്ള ഒരു ടീമാണ് തുർക്കി എന്ന് പറയുന്നത്. തുർക്കിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ക്വാർട്ടർ മത്സരങ്ങൾ വിജയിക്കാനായിട്ട് എൻ്റെ ഒരു കണക്കുകൂട്ടൽ പ്രകാരം വരുന്നത് ഈ 2 ടീമുകളാണ്. ഒരു ഭാഗത്ത് തുർക്കിയാണെങ്കിൽ മറുഭാഗത്ത് വരുന്നത് സ്വിറ്റ്സർലാൻഡാണ്. നമുക്ക് ആ മത്സരങ്ങൾക്ക് കാതോർക്കാം. പിന്നീട് നാളെ രാവിലെ ബ്രസീൽ കളിക്കുന്നുണ്ട് ഉറുഗ്വേയുമായിട്ട് കോപ്പയിൽ. ആ മത്സരത്തെക്കുറിച്ച് ഗംഭീര മത്സരമാവും. പക്ഷേ നമുക്ക് ലൈവ് ടെലികാസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ആ മത്സരവും അതായത് ശരിക്കും ഷൂട്ടൗട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതും ഒരു ദുരന്തമായിട്ടൊക്കെ ചിലപ്പോൾ മാറുക. എന്തായാലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, ഷൂട്ടൗട്ടിന് പകരം എന്തെങ്കിലും ഒരു മറുമരുന്ന് ഫുട്ബോളിൽ ഫിഫ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ കാണണം.